സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പുതുക്കിയ ഭക്ഷണ മെനു പ്രാബല്യത്തിൽ. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ ബിരിയാണി, ലെമൺ റൈസ് തുടങ്ങിയ വിഭവങ്ങളാണ് പുതുക്കിയ മെനുവിൽ ഉള്ളത്. പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ ഇവ ചേർത്ത ചമ്മന്തിയും ഭക്ഷണത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. റാഗിയോ മറ്റ് ചെറുധാന്യങ്ങളോ ഉപയോഗിച്ച് കുട്ടികൾക്ക് പായസം നൽകണം എന്നും നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് അർജുൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്കൂളിലെ ഉച്ചഭക്ഷണം ചോറും പയറുമൊക്കെ ആയിരുന്നതൊക്കെ മാറി പിന്നീട് പല വിഭവങ്ങൾ കുട്ടികൾക്ക് മുന്നിലേക്ക് എത്തി. ഇപ്പോൾ അത് വീണ്ടും പരിഷ്കരിച്ച് വലിയ പോഷക സമൃദ്ധമായിട്ടുള്ള ഉച്ചഭക്ഷണ മെനുവാണ് കുട്ടികൾക്ക് ഉള്ളത്. ഇന്ന് തൊട്ട് സംസ്ഥാനത്ത് സ്കൂളുകളിലൊക്കെ അത് നടപ്പാക്കി തുടങ്ങുകയാണ്. നമ്മളുള്ളത് തൈക്കാട് ഗവൺമെന്റ് സ്കൂളിലാണ്. കാണാം, ഇതുപോലെ കുട്ടികൾക്ക് ഏറ്റവും ആരോഗ്യപ്രദമായിട്ടുള്ള മെനു ഭക്ഷണ ക്രമീകരണങ്ങളാണ് ഇനി മുതൽ നടക്കുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള ധാന്യങ്ങൾ, കടല ഉൾപ്പെടെ പയറുവർഗ്ഗങ്ങൾ, ചീര ഒക്കെ ഉണ്ടാകും. മെനുവിൽ പ്രത്യേകം പറഞ്ഞതാണ് ഏതെങ്കിലും മാങ്ങ ഉൾപ്പെടെയുള്ള ഉപയോഗിച്ചുകൊണ്ടുള്ള ചമ്മന്തി. ഇത് പച്ചമാങ്ങ, ഇന്ന് കുട്ടികൾക്ക് ഈ പച്ചമാങ്ങ കൊണ്ട് ഉണ്ടാക്കിയ ചമ്മന്തിയാണ് തൈക്കാട് സ്കൂളിൽ കൊടുക്കുന്നത്. അങ്ങനെ ഓരോ ദിവസം ഓരോ തരത്തിലാണ് ഈ മെനു പരിഷ്കരിച്ചിട്ടുള്ളത്. അതിൽ ഫ്രൈഡ് റൈസും വെജിറ്റബിൾ ബിരിയാണിയും ഒക്കെ ഉണ്ട്. ഓരോ ദിവസങ്ങളിലായി അത് മാറി മാറി വരും. നമ്മളുള്ളത് ഈ സ്കൂളിലെ പാചകപ്പുരയിലാണ്. ഇവിടെ അധ്യാപകരും എല്ലാവരും ചേർന്ന് ഭക്ഷണം തയ്യാറാക്കുന്നതാണ്. കുട്ടികളുടെ രാവിലത്തെ ഭക്ഷണം ഇന്ന് ഇഡ്ഡലിയാണ്. അത് തയ്യാറാക്കി കഴിഞ്ഞു. അല്പസമയത്തിനും കുട്ടികൾ വന്ന് കഴിക്കും. ഉച്ചയ്ക്കുള്ള ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ന് ചോറാണ്, ഒപ്പം മുട്ട റോസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ചീര ഉൾപ്പെടെ എന്തായാലും ടീച്ചർ ഉൾപ്പെടെ നമ്മളൊപ്പം ഉണ്ട്. ഇന്നിപ്പോൾ നമ്മൾ എന്താണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഇന്ന് ഞങ്ങളുടെ മെനു എന്ന് പറയുന്നത് ചോറ്, മുട്ട റോസ്റ്റും, പിന്നെ നമ്മുടെ സ്കൂളിൽ ധാരാളം ചീര വർഗ്ഗത്തിൽപ്പെട്ട ചെടികളുണ്ട്. അപ്പോൾ ഇന്ന് സാമ്പാർ ചീരയും പരിപ്പും കൂടെ ചേർന്ന കറിയും പിന്നെ മാങ്ങാ ചമ്മന്തി. ഇതാണ് ഇന്നത്തെ ഉച്ചഭക്ഷണ മെനു. ഓരോ ദിവസം ഓരോ തരത്തിലായിരിക്കും അല്ലേ? നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ ഞങ്ങളുടെ സ്കൂളിൽ 3 കറിയും ചോറുമാണ് നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പുതുക്കിയ മെനു വന്ന പ്രകാരം ഞങ്ങൾ അതിൽ 20 കോമ്പിനേഷൻ ഉണ്ടല്ലോ. അതിൽ ഞങ്ങൾക്ക് ഓരോ ദിവസം നമ്മുടെ സ്കൂളിൽ പ്രത്യേകിച്ചും സ്വന്തമായിട്ട് പോഷക തോട്ടമുണ്ട്, കൃഷിത്തോട്ടമുണ്ട്. അങ്ങനെയാണ് എന്തായാലും ഉച്ചഭക്ഷണ മെനു പരിഷ്കരണം സംസ്ഥാനത്ത് ആകെ ആരംഭിച്ചിരിക്കുകയാണ്. കുട്ടികളിപ്പോൾ ടീച്ചറൊക്കെ പറഞ്ഞതുപോലെ തന്നെ രാവിലെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇന്നത്തെ ഭക്ഷണമെന്ന് തിരക്കുന്ന തരത്തിലേക്ക് അത്രയും രസകരമായിട്ടുള്ള ഒരു സ്കൂൾ ജീവിതമൊക്കെ ഉണ്ട്. നമുക്കൊക്കെ ഈ കാലത്ത് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള സങ്കടമൊക്കെ ഉള്ള ആളുകളായിരിക്കും. എന്തായാലും ഉച്ചഭക്ഷണ മെനു പരിഷ്കരണം സംസ്ഥാനത്തുടനീളം ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ വൈവിധ്യമായിട്ടുള്ള കുട്ടികളുടെ പോഷക ആരോഗ്യത്തിനൊക്കെ ഗുണകരമായിട്ടുള്ള ഭക്ഷണ രീതിയാണ് എന്തായാലും ഇക്കാര്യത്തിൽ നടപ്പിലാക്കുന്നത്. അത് വിജയകരമായി തന്നെ നടപ്പാക്കുമ്പോൾ പോലും ഇങ്ങനെ ചില സ്കൂളുകളിലൊക്കെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പരിശീലനം വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ അധ്യാപകരൊക്കെ പറയുന്നുണ്ട്. അതുകൂടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു മാറ്റമായി തന്നെ ഈ ഭക്ഷണ മെനു പരിഷ്കരണത്തെ കാണേണ്ടി വരും. തൈക്കാട് സ്കൂളിൽ നിന്ന് രതീഷ് കട്ടേലയ്ക്കൊപ്പം അർജുൻ രാജ്, ന്യൂസ് മലയാളം. തീർച്ചയായും അർജുൻ പറഞ്ഞതുപോലെ ഒന്നുകൂടെ ഒന്ന് സ്കൂളിൽ പഠിച്ചാലോ എന്ന് ആർക്കും തോന്നുന്ന ഒരു ഭക്ഷണ മെനു ആണ് എന്തായാലും ഇപ്പോഴുള്ളത്.